ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാ ഡ്രീം ക്രാഫ്റ്റ്. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. വേറെ എങ്ങോട്ടല്ല, നമ്മുടെ സ്വന്തം വയനാട്ടിലേക്കാണ് കേട്ടോ. വയനാടിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കേണ്ടതില്ല. പക്ഷേ അന്ന് വന്ന കുറച്ച് ദുരന്തങ്ങൾ കാരണം മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴൊരു വേദന ആയിട്ടിരിക്കുകയാണ് വയനാട്. അപ്പോൾ ഈ വയനാട്ടിലെ പച്ചപ്പും അതിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റ് ഒരു പുലർച്ചെ ടൈമിലാണ് പോകുന്നത് കേട്ടോ. നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, അതാണ് ഞാൻ നൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പുലർച്ചെ ഒരു 5 മണി 6 മണിക്ക് ആയപ്പോഴായിരുന്നു നമ്മൾ പോകുന്നത്. നമ്മളിതാ ഫസ്റ്റ് ചുരം കയറുകയാണ് കേട്ടോ. അങ്ങനെ ചുറ്റും കാടുകളും അതുപോലെ മലകളുമായിട്ട് നമ്മൾ ഫസ്റ്റ് ചുരം കയറിയിട്ടുണ്ട്. അടിപൊളി വൈബായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ് ഫുള്ളും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. വയനാട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർ റിസോർട്ട് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വയനാട്ടിലേക്ക് ഫാമിലി ആയിട്ട് വരുന്നവരും കപ്പിൾസായിട്ട് വരുന്നവർക്കൊക്കെ അടിപൊളി റിസോർട്ടാണ് കേട്ടോ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഒരുപാട് ക്രാഫ്റ്റിൻ്റെ വീഡിയോസാണ് ചെയ്യാറ്. ഇതിലും ഞാൻ ചെറിയൊരു ക്രാഫ്റ്റിനായിട്ടുള്ള കുറച്ച് സീനറികളും സെക്ഷൻസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് കുറേ സ്റ്റോണുകളും കല്ലുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ഒരു വ്യൂ ആണല്ലേ. നമുക്കറിയാം ചുരം കയറുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. ചുരം കയറി ഇതുപോലെ തന്നെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ട്രിപ്പ് മൂടുള്ള ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ നമ്മൾ ചുരം കയറി ഫസ്റ്റ് ചുരം കയറി കുറച്ച് എത്തിയപ്പോൾ തന്നെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. സ്റ്റോപ്പ് ചെയ്തൊന്ന് ഇറങ്ങിയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നമ്മളിതാ വയനാടിൻ്റെ ബോർഡിലേക്ക് എത്തി കേട്ടോ. ചുരമൊക്കെ കയറി അങ്ങനെ ഫസ്റ്റ് ഇതാ വെൽക്കം ടു വയനാട് എന്നൊക്കെ എഴുതി ആ ഒരു ബോർഡറൊക്കെ കടന്ന് നമ്മൾ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമിൽ വലിയ വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചൂരൽമലയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം വയനാട്ടിലേക്കുള്ള ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ കൈയും കാലും വിറക്കും. അപ്പോൾ ധൂമോൾ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ധൂമോൾ ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നൊന്നും. ഹാപ്പി എന്നാണ് കേട്ടോ അവൾ പറയുക. ഹാപ്പി എന്നുള്ളത് അവൾ ചാടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇതാ മാനു സൈഡിലൂടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വേറൊന്നുമില്ല, ഇവിടെ നല്ലൊരു നമ്മൾ കുറച്ച് ചുരം കയറി മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടിയിലേക്ക് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. അങ്ങനെ മേലെ വന്ന് കുറഞ്ഞ് കണ്ടു കേട്ടോ. അപ്പോൾ കുരങ്ങന്മാർ വരുന്നത് കണ്ടപ്പോൾ നമ്മൾ വേഗം വണ്ടിയിലേക്ക് തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. ഇതായിരുന്നു മുകളിലത്തെ സീനറി കേട്ടോ. വണ്ടികളൊക്കെ കുറവായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോൾ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അടിയിൽ എന്താണെന്നൊക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അവൾക്കൊന്നും മനസ്സിലായില്ല. കുറേ കാടുകളും മലകളും നോക്കി നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അവൾ എന്നെ നോക്കുകയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ പകുതിക്ക് അവൾ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കേട്ടോ. പിന്നെ അവൾ കുറച്ച് ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇടുന്ന പോലെ മാനുമായിട്ട് കൈയിട്ട് കറക്കി കളിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇത്രയും നല്ല തേയിലത്തോട്ടം കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാതെ പോവുക അങ്ങനെ. പക്ഷേ ഗൈസ് ഇവിടെ നിറയെ അട്ടകളായിരുന്നു. അതാണ് പറയാൻ വിട്ടൊരു വേറൊരു കാര്യം. കുറേ അതറിയാതെ കുറേ കാട്ടിനുള്ളിൽ കയറിപ്പോയിട്ട് കാലുമുക്കൂടെ അട്ട കയറിയിരുന്നു. അട്ട കയറിയത് ആലോചിക്കുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുകയാണ്. ഇത് നമ്മളിങ്ങനെ ചെടികളും പൂക്കളൊക്കെ ഞാനിങ്ങനെ ചെടികളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്ക് ഇപ്പോൾ റെസിനാട്ടിലൊക്കെ ഡ്രൈ ഫ്ലവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ്. നമ്മളിപ്പോൾ ഫോൺ കവറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു പാസ്റ്റൽസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രോയിങ് ചെയ്ത് നോക്കായിരുന്നു. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഈ ഫ്ലവർ കാണുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ. നമ്മൾ ബൊക്കയിലും അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലവറുകളാണ്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കുറച്ച് പൂങ്ങളും ഒക്കെ പറിച്ചിട്ട് പോകുന്നു കേട്ടോ. ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ രണ്ടാളും വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് പിന്നാലെ വേഗം വിട്ടു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് സുമേച്ചിയുടെ മെസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് പോയിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു ഹോട്ടലാണ്. നല്ല നീറ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കയറി നമ്മളിവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോഴാണ് കേട്ടോ ഞാനിതിൻ്റെ സൈഡിൽ മുത്തു പിടിച്ചിട്ടുള്ള ഈ ഒരു ചെറിയൊരു കമ്പി എന്താണെന്ന് ശ്രദ്ധിച്ചത്. ഇത് ഞാൻ ആദ്യം കാണുമ്പോൾ നിങ്ങളായാലും വിചാരിക്കും അത് മുളയാണെന്നല്ലേ. പക്ഷെ മുളയല്ല കേട്ടോ. അത് ഫുള്ള് നമ്മൾ സാധാ പോലെ തന്നെ കമ്പിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പൈപ്പുകളാണ്. അതുമേ ഒരു യെല്ലോ കളർ പെയിൻറ്റ് കൊടുത്തിട്ട് എൻ്റെ സെൻറ്ററിൽ ഗ്രീൻ കളറൊക്കെ ചെയ്തിട്ട് ശരിക്കും ബാമ്പു ഒരു മുള പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ധൂമോളായിട്ട് കുറേ നേരം കളിച്ചു കേട്ടോ. കാരണം ചായക്ക് നമ്മൾ പറഞ്ഞതിന് ശേഷം അവരത് കൊടുന്ന് തരുന്നവരെ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് 900 കണ്ടിയിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് കാറൊന്നും പോകില്ല, നമ്മൾ വണ്ടി കാര്യങ്ങളൊന്നും പോകില്ല. ഇവിടെ നേരെ ട്രക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ വേഗം ഒരു ജീപ്പിലൊക്കെ കയറി വേറെയും ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4 ആൾ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് കപ്പിൾസായിട്ട് വരുന്നവരുണ്ടെങ്കിൽ 4 ആളായിട്ട് പോകുക, അതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഷെയർ ചെയ്തിട്ട് ജീപ്പ് എടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കയറി. അങ്ങനെ നമ്മൾ ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ടെങ്കിലും ചുറ്റും കാടുകളും മലകളാണെങ്കിലും നല്ലൊരു വൈബാണ് പോകാൻ കേട്ടോ. പക്ഷേ ചെറിയ മക്കൾ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഇതിലേക്ക് കൊണ്ടുപോകാൻ. ചെറിയ കുട്ടികൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് കുറേ കഴിയുമ്പോൾ ബോറടിക്കില്ലേ. നമ്മളെപ്പോലെ വലിയ വൈബൊന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അവർ കുറേ കഴിയുമ്പോൾ കുറുമ്പാട്ടി തുടങ്ങും, അല്ലെങ്കിൽ കാരണം എത്താൻ കുറേ ടൈം എടുക്കും. കുറച്ചധികം ഇവിടുന്ന് ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ ഭാഗം അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നിറയെ കല്ലും ഇതൊക്കെയാണ്, നമ്മളെ വണ്ടികളൊന്നും പോകില്ല. ഈ ഒരു സൈഡ് അടിപൊളി വൈബാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫുള്ളും വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കേട്ടോ. അതുതന്നെയാണ് ഈ ഒരു ഭാഗം ഇത്രയ്ക്കും വെള്ളം കയറുന്നതും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടെ ഉരുളുപൊട്ടുന്നതിനൊക്കെ മെയിൻ കാരണം അതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഫോറസ്റ്റിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ ഈ ഒരു ഉരുളുപൊട്ടലൊക്കെ കഴിഞ്ഞിട്ടുള്ള ചൂരൽമല കേട്ടോ. നമ്മൾ കുറേ പേര് വിഷമത്തിലാഴ്ത്തിയിട്ടുള്ള അല്ലേ, നമ്മളെ കേരളം മുഴുവൻ വിഷമത്തിലായിരുന്നിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ചൂരൽമലയിൽ നടന്ന അപകടങ്ങളെല്ലാം. അപ്പോൾ അത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി. ഇപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ആ ഒരു ലൊക്കേഷൻ എത്തിയിട്ടോ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളും മരങ്ങളാണ്. ഒരു സൈഡ് ഫുള്ളും ഏലത്തിൻ്റെ കൃഷിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഏലത്തിൻ്റെ ചെടി ഇത്ര എടുത്തുനിന്ന് പോയി കാണുന്നതും അതിന്മേൽ തൊട്ട് നോക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ അടിയിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. ഒരാൾക്ക് 250, രണ്ടാൾക്ക് 500 അങ്ങനെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും ടിക്കറ്റ് ഇല്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പോകട്ടെ. ചെറിയ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കേട്ടോ. നമ്മളെ മുത്തുവിൻ്റെ ഒക്കെ പ്രായമുള്ള കുട്ടികൾക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നല്ല രസമായിരുന്നു ഇതിൽ നടക്കാൻ. ഭയങ്കര കോടയായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ, കാരണം ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം കോട വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൂടെ ഉണ്ടായ ഫാമിലിയാണ് കേട്ടോ മുന്നിൽ നിൽക്കുന്നത്. അവർ രണ്ടാളായിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മളെ പോലെ തന്നെ ഒരു കിഡ് അവരുടെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടെ അവർ പറയുന്നുണ്ടായിരുന്നു നല്ല വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു സൈഡിൽ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. മുത്തും എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, കാരണം നല്ലൊരു തണുപ്പും ആ ഒരു ഫുള്ള് പച്ചപ്പ് കണ്ടപ്പോൾ തന്നെ അവൾ തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. അപ്പോൾ കുറച്ച് നേരം അവളൊക്കെ പിടിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിരുന്നു. ഫോട്ടോസൊക്കെ ഞാൻ ബാക്കിൽ ലാസ്റ്റ് പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം അടിപൊളി ഫോട്ടോസായിരുന്നു എല്ലാം. അപ്പോൾ വയനാട്ടിലേക്ക് വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ നിന്ന് വരുന്നു നോക്കണം കേട്ടോ, കാരണം നമ്മളെ മനസ്സ് ഫുള്ളും കൂളാവും. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, അടിപൊളിയായിട്ട് കാണാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അറ്റ്ലീസ്റ്റ് നല്ല ഉയരത്തിലേക്ക് വിടുന്ന ഊഞ്ഞാലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളും ഏലാണ് കേട്ടോ. അപ്പോൾ ഏലായതുകൊണ്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഫുള്ളും. അടിപൊളിയാണ്. നാച്ചുറലായിട്ട് നമ്മൾ ഫുള്ളായിട്ട് കെയർ ചെയ്യാനും കുറേ നമ്മളെ സ്ട്രെയിനൊക്കെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരിക. പിന്നെ നമ്മളിതുപോലെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് കോടയാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഈ ഒരു ഭാഗം. ഇവിടെയും ഇതേപോലെ തന്നെ ഇവിടെ ഒരു ഏർമാടം പോലെ ഇതുപോലെ മരത്തിൻ്റെ മുകളിലായിട്ട് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. എന്തായാലും വേണ്ടില്ല, വന്നതല്ലേ നമുക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും കയറി കേട്ടോ. അടിപൊളിയായിട്ട് കയറി മേലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഞാനത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അടിയിൽ. നമുക്കിതിന് മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് അടിയിലേക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു രസമാണ് അടിയിലേക്ക് കാണാനെന്നൊക്കെ പറഞ്ഞപ്പോൾ, നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ മേലെ എന്തായാലും ഒന്ന് കുത്തിപ്പിടിച്ച് കയറിയിട്ട് തന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മേലെയും കയറിയിട്ട് നമ്മൾ. അപ്പോൾ ഇതിന് മേലെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനും കുട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും ഇതുപോലെ കയറി വരാണ്. മാനുമാണ് കേട്ടോ മോളെടുക്കുന്നത്. എനിക്ക് വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാനുൻ്റെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ പതുക്കെ ഒന്ന് വീഴാൻ പോയിട്ടോ. ഇപ്പോൾ അതാണ് ഫോണൊന്ന് ബ്ലർ ചെറുതായിട്ടൊന്ന് അനങ്ങിയത്. ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ കാലടിയിൽ പെടും. ഇവിടെ ചെറുതായിട്ടൊരു ബ്രിഡ്ജ് പോലെ ഒരു കുഞ്ഞൊരു പാലം പോലെയാണ് ആ മരത്തുമ്മക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുള്ളൊരു ഗ്രീൻ കളറിലാണ് ഇവിടെ ഒരു ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഫുള്ള് ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ കൂട്ടുണ്ടായ ഫാമിലി ഇവിടെ അവരെത്തി കേട്ടോ. അവർ തൊട്ട് ബാക്കിൽ കൂടി തന്നെയാണ് നമ്മൾ ഫുള്ള് പോയിരുന്നത്, കാരണം നമ്മൾ രണ്ടാളും തിരിച്ചു പോകുന്നതും ആ ഒരു വണ്ടിയിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ഇത് നാരങ്ങ ആണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് നാരങ്ങയുടെ മരം പോലെയൊക്കെ തോന്നി. അപ്പോൾ ചുറ്റും കുറേ മരങ്ങളും ചെടികളും ഒക്കെയാണ് ഇവിടെ കേട്ടോ. പിന്നെ വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പിൻ്റെ ഒരു ഫുള്ള് പച്ചപ്പാണല്ലോ. അപ്പോൾ സൈഡിൽ ഫുള്ളും ഏലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കി നടന്നില്ലെങ്കിൽ വീഴും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഒരു പ്രാവശ്യം വീഴാൻ പോയതാണ്, സ്റ്റെപ്പും കാര്യങ്ങളും കയറിയപ്പോൾ തന്നെ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒറ്റയ്ക്ക് വരുന്നേക്കാളും രസം ഫാമിലി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളും. ഇപ്പോൾ തന്നെ ഞാൻ താഴെ പോയതിനെ കേസ് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന ഇടയിൽ കൂടെ തന്നെ, കാരണം ഇപ്പോൾ ഇവിടെ നല്ല വീഴാൻ പോട്ടോ. നല്ല നോക്കിയില്ലെങ്കിൽ ഞാനിപ്പോൾ ചുറ്റും കറങ്ങിയോട്ട് നിൽക്കുന്ന പോലെയാണ് നടക്കുന്നത്. കാരണം പെട്ടെന്നാണ് ചെരുപ്പ് അതിനുള്ളിൽ കുടുങ്ങുക കേട്ടോ. നല്ല ശ്രദ്ധിക്കുക. ഹീലിൻ്റെ ചെരുപ്പിട്ടിട്ടൊന്നും ഒരിക്കലും ഇതുമ്മ കയറാൻ നിൽക്കരുത്, വീഴും. അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് കയറി നമ്മൾ ആ ഒരു മേലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അടിപൊളിയാണ്. ഇതുപോലെ കണ്ട കുറേ മേലേക്ക് കയറി പോകാനുണ്ട് കേട്ടോ.
ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ട്രക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ തിരിച്ചെത്തിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് കാന്തമ്പാറ വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഫുള്ളും ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഫുള്ളും ബാംബൂസ് ആണ് കേട്ടോ. നിറയെ മുളകളാണ് ഇവിടെ ചുറ്റും വരുന്നത്. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിതാ നടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം എന്നാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി മാനു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മൾ അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നവർ എന്തായാലും ഇവിടെയും വരണം കേട്ടോ. വയനാട്ടിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ചുറ്റും പോകണം. ശരിക്കും ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റാത്തതാണ് വയനാടിൻ്റെ സൗന്ദര്യം. അത്ര നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് വയനാട്. അപ്പോൾ ഇതാണ് കാന്തമ്പാറ വാട്ടർഫാൾസിൻ്റെ ഫസ്റ്റ് തന്നെ എൻട്രി കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധൂമോള് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോസൊക്കെ മാനു എടുത്തിരുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചിട്ടുണ്ടോ കേട്ടോ ചിലപ്പോൾ ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ അവർ മാനുവിനെ വിളിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടോ അവരൊന്നും. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയിട്ടോ. കാരണം ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നതായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഈ ഒരു ഭാഗം വരുന്നത് ഫുള്ളും നിറയെ ബാമ്പുവാണ് കേട്ടോ. നിറയെ മുളകളാണ് ചുറ്റും വരുന്നത്. നല്ല അടിപൊളിയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരിക കേട്ടോ. ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. അപ്പോൾ ആൾ ചെറിയൊരു പഞ്ച് ഹോളൊക്കെ വെച്ച് ഒന്ന് ക്ലിപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒന്ന് ഹോളൊക്കെ ഇട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ പോയി കറക്റ്റായിട്ട് ഇവിടെയാണ് ഡോർ ഓപ്പണിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു മണ്ണോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞൊരു കുടിൽ പോലെ വരുന്നുണ്ട് കേട്ടോ. ഫുള്ള് ബോട്ടിൽ ആർട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽസിൽ കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിപൊളിയാണ്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ പോകുന്നു. ഇവിടെ ആരും അലക്കി തോരട്ടിട്ടുണ്ടല്ലോ. ഇവിടെ കുളി ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എന്തായാലും ഇറങ്ങണം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലമേ ഉള്ളൂ. ബാക്കി ഫുള്ളും കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒക്കെ അപകട സിഗ്നലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വെള്ളം കുറവല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്. ചുറ്റും ബാമ്പൂസ് ആയതുകൊണ്ട് നല്ലൊരു ക്ലാരിറ്റിയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. നല്ലൊരു ക്ലിയറും നല്ലൊരു ലൈറ്റും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഈ ഒരു പോർഷനും എല്ലാ സ്ഥലങ്ങളും കാണാൻ. പിന്നെ ഇവിടെയും ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അതായത് ഇതിലെ അങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുറച്ചൊന്ന് നടന്ന് പോകണം. പടിയിൽ ചെറുതായിട്ട് വെള്ളം കല്ലുകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കുറച്ചൊരു ചെറിയൊരു കുഞ്ഞൊരു താഴ്ച പോലെ ഒരു ചെറിയ സ്ലോപ്പ് പോലെയൊക്കെ ഇറങ്ങാനുണ്ട് കേട്ടോ. അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് ഈ ഒരു വാട്ടർഫാൾസിലേക്കാണ്. അടിപൊളിയാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. വലിയ ടൂറിസ്റ്റുകാരൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ ഭാഗത്ത് കാരണം ഒന്നാമത് വയനാട്ടിലെ ഈ ഒരു ദുരന്തം നടന്നുകൊണ്ട് തന്നെ ഒരുപാട് പേര് പേടിച്ചിട്ടൊന്നും അധികം വരാത്തവരായിരിക്കും. പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെയാണ് സൂചിപ്പാറ ഒക്കെ വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാലാണ് സൂചിപ്പാറ. ഈ സൂചിപ്പാറ അതുപോലെ തന്നെ നമ്മൾ ചൂരൽമലയൊക്കെ ഈ ഒരു വയനാട്ടിൽ അറിയാത്ത ഇനി ഒരു കൊച്ചുകുട്ടികൾ പോലും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. കാരണം അത്രയ്ക്ക് ദുരന്തങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ളൊരു സ്ഥലമായിരുന്നു വയനാട്. അപ്പോൾ വയനാട്ടിൻ്റെ മണ്ണിലെത്തുമ്പോൾ കുറേ പേർക്ക് ഭയങ്കര ഒരു രസമാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതായിരിക്കും വയനാടെങ്കിലും ആ ഒരു പ്രശ്നം നടന്നതോടെ എല്ലാവർക്കും കുറേ ഒരു പേടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിവിടുന്ന് പോന്നു. ഇവിടെ നിന്ന് പോരുന്ന വഴി നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കണ്ട വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇവിടെ വലിയ വെള്ളം നല്ല രീതിയിലുള്ള വെള്ളമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്രയും വെള്ളം ഡാമിലുണ്ടെന്നൊന്നും നമുക്ക് ഈ വാട്ടർഫാൾസിൽ കാണാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ഇറങ്ങാമെന്ന് വിചാരിച്ചുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ച് കുറച്ച് നേരം ഒന്ന് എന്തായാലും ധൂമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് അവിടെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നല്ല രസമാണ് കേട്ടോ നടന്ന് പോകാൻ. അതുപോലെ തന്നെ കപ്പിൾസായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ സൈഡിലൊക്കെ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. കാരണം നിങ്ങൾ ഇതുപോലെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ട്രിപ്പ് വരിക കേട്ടോ. നേരെ നമ്മളിവിടെ ഇറങ്ങി. ഇവിടുത്തെ ഒരു വാട്ടറിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. ഭയങ്കര നാച്ചുറൽ ആണെന്ന്. കാരണം ഒരു ലൈറ്റ് ഗ്രീൻ ബ്ലൂ ഷെയ്ഡ് നമ്മൾ ഈ ഒരു റെസിനാട്ടൊക്കെ ചെയ്യുമ്പോൾ സെക്ഷൻ ചെയ്യാറുണ്ടല്ലോ, അതേപോലെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് കുറേ ഇവിടെ ഞാൻ വിചാരിച്ചത് മീനാണ്, പക്ഷെ ഇത് മീനല്ല കേട്ടോ. പൊട്ടന്മാരാണ് ഇത് ഫുള്ളും. ഇവിടെ ചെറിയ ബോൾസൊക്കെ ഇടാം. ഞാൻ വിചാരിച്ചു ഇവിടെ നീന്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ അധികം വെള്ളം വരാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ആൾക്കാർ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങിയതിലാണ് കേട്ടോ ഞാൻ കുറച്ച് കല്ലുകൾ എടുത്തത്. കാരണം നല്ല അടിപൊളി കല്ലാണ്. എനിക്ക് തോന്നി പെയിൻറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കല്ലുണ്ടെന്ന്. അത് ഞാൻ കല്ലുകൾ 2 അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആങ്കിൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ ക്രാഫ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ ആളൊന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം മുത്തുവിൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ നമ്മൾ മുത്തുവിൻ്റെ കയ്യിൽ കല്ലൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. മുത്താകുമ്പോൾ പിന്നെ അയാൾ മേടിക്കില്ലല്ലോ.
അങ്ങനെ രണ്ട് കല്ലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 എടുത്തിട്ടുള്ളൂ. അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ പോയത് മുത്തങ്ങയിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ഫോറസ്റ്റ് എൻ്റെ ഉള്ളിൽ കൂടെ, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു യാത്ര, അത് അടിപൊളി വൈബായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോയിട്ടോ. അവിടെ നേരെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടാണ് വിട്ടത്. അങ്ങനെ നേരെ നമ്മൾ അവിടെ എത്തി. അവിടെ ഇതുപോലെ ഒരു മരത്തിൻ്റെ ഒരു ഇതുപോലെ ചെറിയൊരു പുലിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ മുത്ത അവിടെ ഇങ്ങനെ നിന്നിട്ട് പുലി എടുത്ത് കയറുന്ന പോലെ കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ ഇടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല, അവിടെ കുറേ ഫാമിലീസ് ഇതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നേരെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ കയറും കേട്ടോ. അവിടെ ബസ്സും അതുപോലെ തന്നെ ജീപ്പാണുള്ളത്. ബസ്സിലാണെങ്കിൽ 700 രൂപയാണ് വരിക രണ്ടാൾക്ക്. അതുപോലെ ജീപ്പിലാണെങ്കിൽ 2000 അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് സേഫ് കാടിനുള്ളിലേക്കൊക്കെ പോകുമ്പോൾ ബസ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബസ്സിൽ കയറി. ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കുറേ ഷെഡുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കുറേ ഇതുപോലത്തെ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഇവർക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ ബസ്സിൽ കയറി നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കാടിനുള്ളിൽ കൂടെ ഒരു അടിപൊളി യാത്ര. കയറിയപ്പോൾ നല്ല രസമുണ്ടെങ്കിലും ചുറ്റും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മൃഗങ്ങൾ അധികം ഒന്നും പുറത്തുണ്ടായിരുന്നില്ല. 2-3 ആനേനെയും അതുപോലെ തന്നെ 2-3 മാനിനും ഒക്കെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. പിന്നെ 2 മയിലിനും, ഇത്രയും നമ്മളവിടെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബസ്സിലുള്ള എല്ലാവരും ഭയങ്കര ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഉറങ്ങി എണിച്ചപ്പോലും നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് റൂമിലേക്ക് പോകണമല്ലോ. അപ്പോൾ നമ്മൾ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം സേഫാക്കി നമുക്ക് റൂമിലേക്ക് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ഫോറസ്റ്റിലേക്ക് വരുന്ന ടൈമിലാണ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈ പോകുന്ന സ്ഥലം കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ടോ. കാരണം ചുറ്റും കാടാണ്, ഇരുട്ടാണ്, ചെറിയ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരെ അങ്ങനെ ഉള്ളിലൂടെ പോയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ആൾക്കാരുണ്ടാവുമോ, അങ്ങനെ ഒരു സംഭവം സത്യത്തിൽ ഉണ്ടോ, കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്താണല്ലോ റിസോർട്ട് വരുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. എനിക്ക് പേടിയായിട്ടോ. കാരണം നമ്മൾ 3 ആൾ മാത്രമല്ലേ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ചപ്പോൾ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലത്തെ റിസോർട്ടിൽ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റിസോർട്ടിലേക്ക് വരണം. ഇവിടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം വയനാട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടും. കാരണം ഇവരൊരു ആ ഒരു നീറ്റ്നെസ്സും ആ ഒരു നമ്മളൊരു നോക്കുന്ന കെയറിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. നമ്മളിവിടെ കൊടുക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കും കൂടുതലാണോ, അല്ല കേട്ടോ. നമുക്ക് ഫുഡായാലും ഒക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ എല്ലാ സ്ഥലവും കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ എൻട്രി എവിടെയാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഒരു ഓപ്പണിങ് എടുക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു എൻട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ഗേറ്റ് വരുന്നത് എന്തായാലും ഫ്രണ്ടിലല്ലെന്ന് വിചാരിച്ച് നേരെ പോയിട്ടോ. അപ്പോൾ നമ്മൾ മാത്രമേ ഇന്ന് അവിടെ ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഒറ്റ ഫാമിലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. കാരണം ഒരു ഉള്ളേരിയക്കുള്ള സ്ഥലമാണ്. ഇതുപോലെ തന്നെ വേറെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് വഴി വരണമല്ലോ, ആ ഒരു പേടിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊക്കെ മാറി കേട്ടോ. കാരണം അടിപൊളിയായിരുന്നു. ആ ഒരു നമ്മൾ ഒറ്റയ്ക്കാന്നുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒറ്റയ്ക്കായിരുന്ന ഒരു കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം വേറെ നമുക്ക് പൂളായാലും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതായിരുന്നു നമ്മളെ റൂം കേട്ടോ. അപ്പോൾ അടിപൊളി റൂമായിരുന്നു. നല്ല നീറ്റിങ് ആണ്, നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാത്റൂം ആയാലും അതുപോലെ തന്നെ റൂമായാലും അവർ വിരിച്ചിട്ടൊക്കെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. കുറേ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് അവിടെ. അപ്പോൾ എനിക്ക് തോന്നി ക്യാൻവാസിൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കാതെ വെച്ച് ക്യാൻവാസിൽ വരയ്ക്കാനുള്ള ഒരുപാട് ചിത്രങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി വരുന്നത് കേട്ടോ. ഇവിടെ നിന്നിട്ടും കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് കർട്ടൻസാണ് ഫുള്ള് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഫുള്ളായിട്ട്. അടിപൊളിയാണ്. അപ്പോൾ രാവിലെ എന്തായാലും ഈ ഒരു വ്യൂ കാണാം കേട്ടോ. കാരണം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ബാത്റൂം വരുന്നത്. നല്ല നീറ്റാണ്, ക്ലീനാണ്. ഇവിടെ നല്ലൊരു കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു ഭാഗം നല്ലൊരു സേഫ്റ്റിയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല നീറ്റാണ്. ഞാൻ വന്നിട്ട് ബാഗ് ഊരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബാഗ് ഊരുന്നതിന് മുമ്പേ ഞാനിവിടെ ഫുള്ളായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നൊക്കെ. നമ്മൾ ആദ്യം എല്ലാവരും അതാണല്ലോ ചെക്ക് ചെയ്യുക ബാത്റൂമിലെ. അപ്പോൾ ബാത്റൂം എങ്ങനെയാണ്, നീറ്റാണോ ക്ലീൻ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റൂം സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല തണുപ്പായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ഒരു ഹീറ്ററും അതുപോലെ തന്നെ വാട്ടർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഷുഗർ അതുപോലെ തന്നെ തേയില, പിന്നെ നമുക്കവിടെ ബ്രൂ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഞാൻ വേഗം തന്നെ മുത്തുവിന് ഒരു നല്ല ചൂട് ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ ലൈറ്റായിട്ട്, ഭയങ്കര ചൂടിൽ അവൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ലൈറ്റായിട്ട് കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെ അവിടെ നിന്ന് പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. ഷുഗർ ഉണ്ട്, പിന്നെ അതുപോലെ ബ്രൂ ആണ് ഇഷ്ടമെങ്കിൽ ബ്രൂ. അപ്പോൾ മുത്തും ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൾ ചായ അതുപോലെ തന്നെ ഈ ബ്രൂ അങ്ങനത്തെ ഒന്നും പാൽ ചായ അവൾ കുടിക്കില്ല. കട്ടൻ ചായ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടി മാത്രം എടുത്തിട്ട് ചെറിയ നല്ല ചൂട് വെള്ളത്തിൽ ചെറിയൊരു പാൽവെള്ളം പോലെ സെറ്റ് ചെയ്ത് അവൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാണ് അവൾക്ക് കൊടുക്കുന്നത്. കാരണം ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇനിയിപ്പോൾ വെള്ളത്തിലൊക്കെ കളിക്കാൻ പോവല്ലേ, അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഈ തണുപ്പും അതൊക്കെ ആകുമ്പോൾ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതലായിട്ടാണ് കേട്ടോ ചൂടുള്ളത് ഇങ്ങനെ കൊടുത്തത്.
പിന്നെ ഹീറ്ററിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഹീറ്റായിട്ട് കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചൂട് ചായ കുടിച്ചിട്ട് എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കോഫി അല്ലെങ്കിൽ ടീ ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെള്ളമൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. നല്ല രസമാണ്. അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് റൂം തന്നിട്ട് അവർ ഇവിടെ തന്നെയാണ് സ്റ്റേ കേട്ടോ. ഇവിടെയുള്ള ഇതിൽ ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇവിടുത്തെ വാച്ച്മാൻ കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഇവർ ഇവിടെ തന്നെയാണ് സ്റ്റേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന നേരെ വെള്ളത്തിൽ കളിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് പൂള് വരുന്നത്. അപ്പോൾ പുറത്താണ് കേട്ടോ പൂള്. അപ്പോൾ അത് അവിടെ പൂളിൽ മാനോടെ വെള്ളത്തിൽ നല്ല കളിയാണ്. ഇവിടെ ഈ പൂളിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 സെക്ഷനായിട്ടാണ് കേട്ടോ. ഒറ്റ പൂൾ തന്നെ 2ആയിട്ട് തിരിച്ചേക്കാണ്. ഒന്ന് കുറച്ച് ഹൈറ്റിലും ഒന്ന് കുറച്ച് ഇറക്കത്തിലുമാണ്. അതായത് വലിയവർക്കും കുട്ടികൾക്കും ഒറ്റ ലൈനിലാണ് പൂള് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഭാഗത്ത് മോള് നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് വെള്ളമേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. കാരണം എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. കാരണം അത് കഴുത്തിന് അത്രയും വെള്ളമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇറങ്ങാന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമില്ല, എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗത്തിരുന്നു. അപ്പോൾ പിന്നെ മാനുവിനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ടോ. കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കായിരുന്നു മോള്. അപ്പോൾ അവളെ തലയിൽ ഞാൻ എൻ്റെ ഷോള് റൗണ്ട് ചെയ്ത് കെട്ടി കൊടുത്ത് കാണും കേട്ടോ. കാരണം നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ മഞ്ഞ് പെയ്തിട്ടൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. ഐസാണ് വെള്ളം. ശരിക്കും ഒരു ഐസ് മല പോയ പോലെ അത്രയും തണുപ്പാണ് ഇവിടെ. ഈ ഒരു ടൈമിലും വെള്ളം നല്ല തണുപ്പാണ്. നൈറ്റാണല്ലോ, അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മഞ്ഞും ഒക്കെ പെയ്ത് നിൽക്കുന്ന ടൈമും അതുപോലെ വെള്ളം നല്ല ഐസായിട്ടിരിക്കുക കേട്ടോ. കാലൊക്കെ വെക്കുമ്പോൾ മരവിച്ച് പോവും. അപ്പോൾ മുത്ത് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ കിടന്നുറങ്ങാമല്ലോ. അപ്പോൾ കിടന്നൊക്കെ ഉറങ്ങി എണിച്ചപ്പോൾ ബെഡിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ. കിടന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ്, നല്ല നീച്ചായിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഫുള്ള് മൂടി കിടക്കുന്ന നിറയെ കോടയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു നമ്മൾ വന്ന റിസോർട്ടിൻ്റെ ഭംഗി സത്യത്തിൽ കാണുന്നത് കേട്ടോ. കാരണം വന്ന ടൈമിൽ രാത്രിയായിരുന്നു, ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കായാലും വീഡിയോസിലായാലും ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ ദുവാന്നൊക്കെ എഴുതി നോക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല കോടയാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് സൂര്യനൊന്നല്ല കേട്ടോ, അതാ ഒരു ബൾബാണ്. അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഈ ലൈറ്റിൽ നോക്കിയപ്പോൾ സൂര്യൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. മുത്തൊക്കെ എണിച്ച് ഉഷാറായിട്ടോ, അടിപൊളിയായി. മുത്തു എണിച്ചിട്ടിങ്ങനെ പുറത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പാർക്ക് ഉണ്ട്. അപ്പോൾ അവൾക്ക് അവിടേക്ക് പോകണം എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ഭയങ്കര തണുപ്പാണ്. ഈ ഒരു ടൈമിൽ തന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങലും നടക്കൊന്നുമില്ല. കാരണം രാവിലെ എണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്കൊരു ചായയൊക്കെ കിട്ടിയാലല്ലേ പുറത്തേക്കൊക്കെ ഇറങ്ങി പോകാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. അവൾ വേഗം ബാഗൊക്കെ ഇട്ട് പോകാമെന്ന് പറഞ്ഞു. നേരെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് ഇരുത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ ഹീറ്ററിൽ വെള്ളം വെച്ച് പിന്നെ ടീയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്നുള്ള രീതിയിലായിരുന്നു. വേഗം പെട്ടെന്ന് പണി കഴിയുമല്ലോ ഹീറ്റർ ആകുമ്പോൾ. അപ്പം അങ്ങനെ 2 ചായയൊക്കെ വെച്ച് കുടിക്കാന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. അങ്ങനെ ചായയും കുടിച്ച് പുറത്തത്തെ വ്യൂ കാണാൻ വേണ്ടി പിന്നെയും പോയി കർട്ടൻ നീക്കിയപ്പോഴാണ് ഈ ഒരു രംഗം നമ്മൾ കണ്ടത്. ഇവിടെ നല്ല പോസിൽ കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നപ്പോൾ മനസ്സിലായി. കാരണം ഇവരെ ഒരു വാനരപ്പട തന്നെ ഫുള്ള് പുറത്തുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നതാണ്, ഇവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നതെന്നൊന്നും മനസ്സിലായില്ല. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോ എടുക്കുന്നത് വരെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കണ്ടോ നിങ്ങൾക്ക് ആ ഒരു ഇതിന് മേലെ നോക്കിയാൽ കാണാം, അത്രയും അധികം കുരങ്ങന്മാരാണ് കേട്ടോ. നിറയെ മങ്കീസാണ് ചുറ്റുമുള്ളത്. ഫുള്ള് ഒരു പോർഷൻ ഫുള്ള് മങ്കീസായിരുന്നു കേട്ടോ. ഒരു ഭാഗത്ത് ഫുള്ളും പെട്ടെന്ന് വെച്ചാൽ പോവുകയും ചെയ്തു താനെ. അപ്പോൾ നമ്മൾ ഇരുന്ന കസാരയിലാണ് ഗൈസ് ഇന്നലെ ഇതിലായിരുന്നു വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചിരുന്നത്. അതിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ അവർ പുറത്ത് ഇതിലൊക്കെ കയറി ഇരുന്നിട്ട് എന്തൊക്കെയോ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. മുത്തു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവരെന്തോ മുത്തും മാനും കൂടി എന്തോ കഴിച്ച് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ഇവർക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പോയി നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തരാതെ അവർ കഴിച്ചതാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞൊക്കെ ഇവരൊക്കെ പോയി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മളെ ഈ ഒരു റിസോർട്ടിൻ്റെ കറക്റ്റ് വ്യൂ എന്ന് പറഞ്ഞത്. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നേരെ പൂളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് മുകളിൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നൊക്കെ. അപ്പം എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ആ വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം ഇവർക്ക് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ തോർത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടാണ് ഇന്ന് ഇറങ്ങിയത് കേട്ടോ. ഇനി റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദോമോൾ വേഗം വ്യൂ പോയിൻ്റ് ഒന്നല്ല വേണ്ടടാ, എനിക്കിവിടെ പാർക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ അവൾ ഓടി. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ, കുട്ടികൾക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇഴുക അതുപോലെ ഊഞ്ഞാല എന്നുള്ളതൊക്കെ. അപ്പം നേരെ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കൈ പിടിച്ച് മാനി കൊണ്ടിരുന്നുണ്ട്. ആദ്യം വ്യൂ കണ്ടിട്ട് മതി കളിക്കൽ എന്നുള്ള രീതിയിൽ. കാരണം വ്യൂ ഇപ്പോൾ തീർന്നു പോകുന്നുള്ള രീതിയിൽ മാനും കെട്ടി നേരെ പോയിട്ടോ. അപ്പോൾ നമ്മളും പോയി. കാരണം ഇവിടെ എന്താണ് ഈ ഒരു ടൈമിലാണ് ആ ഒരു കോടയും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടൈമിൽ ഇവിടെ ഫുള്ളും തണുപ്പാണെങ്കിലും ഈ ഒരു മോർണിംഗ് ടൈമിൽ ഒരു പ്രത്യേക വ്യൂ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നേരെ നടന്നു. കുറച്ച് മേലേക്ക് കയറാനേ ഉള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. മുത്തും എന്താ സംഭവം എന്നറിയാതെ അവളും വരുന്നുണ്ട്. അവിടെ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നാലെ പോന്നു.
ഇവിടെ ചുറ്റും മരങ്ങളും അതുകൂടെ നടുവ് കൂടെ ഇതുപോലെ പൊളിഞ്ഞടിയ കുറച്ച് റോഡുമാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് കയറി ചെയ്യുന്ന അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഏറ്റവും അറ്റത്ത് നല്ലൊരു മൂടി കിടക്കുന്ന ഭാഗം അതാണ് കേട്ടോ, കോടയായിട്ട് ഫുള്ള് മൂടി, അതാണ് വ്യൂ പോയിന്റ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയത്തെ വെള്ളച്ചാട്ടം കാണാമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേട്ടിരുന്നു, പക്ഷേ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല കോടയായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് പുകയായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറാതൊക്കെ ഇട്ടുള്ള ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേറെ റിസോർട്ടിൻ്റെ ഭാഗം തോന്നുന്നു. അപ്പോൾ നേരെ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നേരെ നടന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഫുള്ളും ഇനി ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയും പോകാനുള്ള ഒരു വഴി കണ്ടു, പക്ഷേ പോയില്ല കേട്ടോ. പേടിയായിരുന്നു എനിക്ക്, ഞാൻ പോകാൻ സമ്മതിച്ചില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വരുന്ന ടൈമിൽ തന്നെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഉരുള് പൊട്ടുമെന്നൊക്കെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഈ ഭാഗത്ത് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ അവർ നമ്മളോട് പറഞ്ഞു. പിന്നെ വൈബ് അടിച്ചു പൊളിക്കാൻ വരുന്നവരും അതുപോലെ തന്നെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വരുന്നവർക്കും അടിപൊളി സ്ഥലമാണ് കേട്ടോ വയനാട്. ഈ ഒരു ഭാഗം അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫ്രീഡുള്ള സ്ഥലമായിരിക്കും. കാരണം എന്താ വെച്ചാൽ വലിയ ആൾക്കാരും ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇനി ഇവിടെയും എടുത്ത് ഇതുപോലെ തന്നെ ഇവർക്ക് കഫേയും അതുപോലെ തന്നെ ഫുഡും മറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ പുറത്തുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വെളിച്ചം വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് ഇരുട്ട് ടൈമിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഭാഗത്ത് ഒരാൾ പോലും ഇല്ലയെന്ന്. പക്ഷേ നല്ല അടിപൊളി ചില്ലാവാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഈ ഒരു ഭാഗം നേരെ വന്നിട്ട് അവിടെ ഒരു കുഞ്ഞൊരു കുടിൽ പോലെ നിങ്ങൾ കാണുന്നില്ലേ, അങ്ങനെയാണ് മാഞ്ഞു പോയോണ്ടിരിക്കുന്നത്. കാരണം അതാണ് വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കയറും. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സൈഡും കാര്യങ്ങളൊക്കെ പുല്ലൊക്കെ വെട്ടി നീറ്റാക്കി ഇട്ടിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ നേരെ കോണി കയറി മേലേക്ക് ചെന്നിട്ട് വലിയതായിട്ട് എന്തോ അവിടെ ഇരിക്കുന്നുണ്ട്, വ്യൂ കാണാം എന്നുള്ള രീതിയിൽ ഓടി കയറി പോയതാണ് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഫുള്ള് കോട വന്ന് മൂടി കിടക്കുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടം പോയിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ, ഫുള്ള് വെള്ളപ്പുക, ഫുള്ളൊരു വൈറ്റ് കളറായിട്ട് കിടക്കുകയാണ്. കുറച്ച് നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാമായിരുന്നു. പക്ഷെ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, തിരിച്ചു പോരാനുള്ള നേരമാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം രാവിലത്തൊക്കെ കണ്ട് തിരിച്ചു പോകാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പക്ഷേ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു, നല്ലോണം വെള്ളം ചാടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തു നിന്നാണ് ആകാശത്തിൽ നമ്മൾ തൊട്ടു എന്ന് പറയുന്ന പോലെ ഗ്ലാസ്സിൽ തൊടുന്ന പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗം ഫുള്ള് വൈറ്റ് ആയിരുന്നു. അപ്പോൾ പതുക്കെ പതുക്കെ കോട ഇങ്ങനെ നീങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധൂമോള് ചെരുപ്പ് പോലെ ഇടാനുള്ള ഗ്യാപ്പ് ഞങ്ങൾ കൊടുത്തില്ല. അവിടെ എന്തോ സംഭവമാണ് വലിയതാന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് അവിടേക്ക് തന്നെ വന്നു. പിന്നെ ആദ്യം തന്നെ ധൂമോൾക്ക് ഇഷ്ടപ്പെട്ട ആ പാർക്കിൽ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ വലിയ രീതിയിലല്ലെങ്കിലും കിഡ്സ് പാർക്കാണ്. പക്ഷേ ഇവൾക്ക് ഇവിടെ ഒരു കുരങ്ങന്മാരെ പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില കുട്ടികൾ കാണാൻ പാർക്കിൽ വരുമ്പോൾ ഇച്ചങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കരയും. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായി, അവൾക്ക് കളിക്കണം എന്നുള്ളൊരു മൂഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഇടുക എന്ന് പറയുമ്പോൾ ഇവിടെ ചുറ്റും നിങ്ങൾക്ക് കാണാം നിറയെ കുരങ്ങന്മാരാണ്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇച്ചങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ കാണിക്കുമോ എന്നൊക്കെ. അവരേതോ ആദ്യമായിട്ട് ഇവളെ കാണുന്ന ഒരു മനുഷ്യക്കുട്ടികളെ കാണുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അവരിങ്ങനെ പോയി തോണ്ടി നോക്കുക, ഇവളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇവളങ്ങനെ തോണ്ടി നോക്കുന്നുണ്ട്. ഇവൾക്ക് ഒരു പേടിയില്ല, ഇവൾ അവരെ അടുത്ത് നിന്ന് ഇങ്ങനെ നിന്ന് കൊടുക്കുക, അവർ തോണ്ടിക്കോട്ടെ എന്നുള്ളത്. ഞാൻ വേഗം പിടിച്ച് മാറ്റി കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. കാരണം എനിക്ക് പേടിയായി അവരെന്തെങ്കിലും ചെയ്യും, അവരെ നെഗ എന്തെങ്കിലും തട്ടുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു എനിക്ക്. പക്ഷെ ആൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മാഷാഅല്ലാഹ് ആൾ അടിപൊളിയായിട്ട് നമ്മളെ കൂടെ കളിക്കുകയായിരുന്നു ധൂമോളൊക്കെ. അപ്പോൾ അങ്ങനെ ധൂമോളൊക്കെ പാർക്കിൽ ഇഴുകി കളിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മഞ്ഞ് പെയ്ത് കിടക്കുന്നതുകൊണ്ട് വെള്ളമുണ്ട്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും കയറുകയാണ്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു താഴേക്ക് വീഴുമോ എന്നൊക്കെ ഉള്ളത്. കാരണം അവളെ ചെരുപ്പ് അവളെക്കാളും വലുതാണ്, അതാണ് വേറൊരു സത്യം. കാരണം ചെരുപ്പ് എടുക്കാൻ പോയത് ഉപ്പച്ചും മോളുമായിരുന്നു. പക്ഷേ നല്ല വലിയ ചെരുപ്പാണ് എടുത്തിട്ട് വന്നത്. അപ്പോൾ ഇവളെ നമ്മൾ എങ്ങോട്ടേലും പോകുന്നിടുന്ന ചെരുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്കുമെന്നുള്ള രീതിയിൽ ഞാൻ പേടിച്ചിരുന്നു. വീഴാൻ പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എണിച്ച് വന്നിട്ട് പിന്നെ ഇഴുകി, അതായിരുന്നു. അങ്ങനെ ഇഴുകലും കളിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിടിക്കാനാണ് കേട്ടോ, അടിയിൽ പിടിക്കാൻ. അതായത് അവൾ ഇഴുകി വരുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് പിടിക്കണം. ഓക്കെ, അത്രയും ധൈര്യമാണ്. അപ്പോൾ അടിയിൽ നിന്ന് നമ്മൾ പിടിച്ചാൽ മാത്രമേ അവൾ ഇഴുകുള്ളൂ. പക്ഷേ ഇഴുകാനൊക്കെ അവൾ കൊത്തിപ്പിടിച്ച് കയറുമെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇഴുകുന്ന ടൈമിൽ നമ്മൾ പിടിക്കണം. അപ്പോൾ ആദ്യം ചെരുപ്പൊക്കെ വിട്ടു, അത് ആരെങ്കിലും പിടിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം അവൾക്ക് പോരാൻ. അങ്ങനെ ഇഴുകലും കളിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇന്നലെ കണ്ട നമ്മളെ പൂളിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പൂളിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് പൂൾ എടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നേരെ പൂളിലേക്ക് പോകുന്നൊരു സെക്ഷനാണ് കാണിച്ചത്. ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിലേക്കും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടെ ഒരു വാക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതാണ് പൂൾ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചാണ്ട് കയറാനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കയറി. പക്ഷേ ഇവിടെയും അതുപോലെ തന്നെ മങ്കീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു മങ്കീസ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മാനുവിൻ്റെ ബുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മളത് ഒളിപ്പിച്ച് വെച്ചു ഒരു ഭാഗത്താരും കാണാതെ. അങ്ങനെ ഇതാണ് പൂള്. ഇപ്പോൾ ഇന്നലെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇലകളും കാറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇതിൽ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തന്നെ എടുത്ത് കളഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. കാരണം പൂളി കളിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം നീന്തുമ്പോഴും ഓരോ ഇലകളായിട്ട് ഞങ്ങൾ പുറത്തേക്ക് കളഞ്ഞ് അങ്ങനെ പൂള് അങ്ങനെ വൃത്തിയായി.
അപ്പം അങ്ങനെ കളിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വന്നു കേട്ടോ. ഇവിടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പൂരി, പുട്ട്, അതുപോലെ തന്നെ ബ്രെഡ് സാൻഡ്വിച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്കുള്ള കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ പിന്നെ നമ്മൾ പോകാനുള്ള തിരക്കായതുകൊണ്ട് വേഗം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ആ ടൈമിൽ മാനുവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ വയനാട്ടിലേക്ക് വരുന്നവർ എന്തായാലും ഈ ഒരു റിസോർട്ടിലേക്ക് വരിക കേട്ടോ. റിപ്പണിന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ പിന്നെയും കോടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, നല്ലൊരു മൂഡലായി. പിന്നെ ഇത് പല സ്ഥലത്തായിട്ട് നമ്മളെടുത്ത ഫോട്ടോസാണ് ഞാൻ ഈ വീഡിയോൻ്റെ ബാക്കിൽ പിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ ഇവിടെ നിന്ന് മാത്രമല്ല, നമ്മൾ പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ പിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.